ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി കോയിറ്റാണ്. അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാമലീലകളിൻ്റെ ഒരു കഥ പറയാനാണ് വന്നത്. ഞാൻ വീഡിയോ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം, അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം. അപ്പം ഞാൻ പറയാൻ വന്നത്, നായ്ക്കൾക്ക് കന്നിമാസത്തിലാണ് ഭ്രാന്തളകുന്നത്, കാമഭ്രാന്ത്. മനുഷ്യർക്ക് എപ്പോഴാണ് ഭ്രാന്ത്, ആരിൻ്റെ കൂടെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, ആങ്ങളമാരോ ഇല്ലെങ്കിൽ ചേച്ചിൻ്റെ ഭർത്താവോ ഇല്ലെങ്കിൽ അനിയത്തിൻ്റെ, അങ്ങനെയൊന്നുമില്ല. കാമം മൂത്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന് പോലും ഈ സമൂഹത്തിൽ മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടമാണ് നമ്മളുടെ ഈ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നിയമത്തിന് അവരിനെ തിരഞ്ഞുകൊണ്ട് നടന്നിട്ട് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം പറഞ്ഞാൽ നിയമത്തിൽ ആർക്ക് ആരിൻ്റെ കൂടെ വേണമെങ്കിലും ജീവിക്കാമെന്നാണല്ലോ കോടതി നിയമം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോയാലും അവനും അവളും പറയും ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ ഒന്നും നിയമത്തിന് ചെയ്യാനില്ല, അവർ പ്രായപൂർത്തിയായവരായതുകൊണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഈ എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, 3 കുട്ടികളും കൊണ്ട് ജീവിക്കുന്നവൾ, അവരവരിൻ്റെ പാട്ടിന് പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടിട്ട് തൻ്റെ ഇടത്തോടുകൂടി ജീവിച്ച് കാണിച്ചു കൊടുക്കണം സമൂഹത്തിലെന്നാണ്. കാരണം ഈ കാമം എന്ന് പറയുന്നത് ഒരു പരിധി വരയ്ക്കാണ്. ഈ കാമഭ്രാന്ത് എന്ന് പറയുന്നത് പട്ടികൾക്ക് പോലെ ഒരു കുറച്ച് നേരത്തിന്, അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇവർക്ക് ഈ കാമമെല്ലാം മടുക്കുമല്ലോ. ആ സമയത്ത് ഇവർ നായ്ക്കളെ പോലെ വീണ്ടും അലയാൻ തുടങ്ങും. അന്ന് നിങ്ങൾ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വലുതാക്കി നല്ല രീതിയിൽ ജീവിക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വിട്ടുകൊടുക്കുക, അവരിനെ പിടിച്ചിരുത്തിയിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇപ്പോൾ അവർ ലൈംഗിക സുഖങ്ങളിൻ്റെ കുന്നിൻ്റെ മുകളിലാണ് ഇപ്പോൾ അവർ 2 പേരും നിൽക്കുന്നത്. കാരണം പറഞ്ഞാൽ ആ പെൺകുട്ടി ഈ 10-20 വയസ്സാകുമ്പോഴത്തേന് ഇമ്മാതിരി കാമത്തിന് അടിമയായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു 10-40 വയസ്സാകുമ്പോഴേക്ക് എത്ര ആണുങ്ങളുടെ കൂടെ പോകുന്ന കണ്ട് തന്നെ അറിയണം, കാമം തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അയാൾ 10-40 വയസ്സ് കഴിഞ്ഞുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവനും ഒരു പരിധി കഴിഞ്ഞാൽ നീ എൻ്റെ ഭാര്യനെയും മക്കളിനെയും ഉപേക്ഷിച്ചിട്ട് വാന്നും പറഞ്ഞ് കൊണ്ടുവന്നതല്ലേ എന്ന് ഒരു ബുദ്ധിക്ക് അവനും വരാനും അത് തന്നെയാണ് നടക്കാൻ പോകുന്നതും. അപ്പം ഞാൻ പറയുന്നത്, ഇവരിനെയൊന്നും നിയമത്തിൻ്റെ മുന്നിൽ കൊടുക്കരുത്, കൊടുത്തിട്ട് കാര്യമില്ല. കാരണം നിയമം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഒന്നിനും പേടിയില്ല. കൊലപാതകം, പീഡനം, പിടിച്ചുപറി, ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും അച്ഛനോ അമ്മനോ ഉപേക്ഷിക്കുന്നതിന് ഒന്നിനും നിയമത്തിന് ജനങ്ങൾക്ക് പേടിയില്ല നമ്മുടെ ജനാധിപത്യ രാജ്യത്ത്. അതുകൊണ്ടാണ് ഇമാതിരിയുള്ള അക്രമങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, അങ്ങനെ 3 കുട്ടികളെയും ഭാര്യനെയും വിട്ടിട്ട് പോണവനെ അങ്ങോട്ട് പോട്ടെ എന്ന് വയ്ക്കുക. അതാണ് എൻ്റെ ഒരു ശരി. നിയമത്തിൽ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഒന്നും നടക്കില്ല ഇതിൽ. അവനെ ജയിലിൽ പിടിച്ച് വേണമെങ്കിൽ ഒരു 4-5 വർഷം ഇടും. അവിടുത്തെ സുഖമായി ഭക്ഷണമൊക്കെ കിട്ടി അവൻ തിന്ന് കൊഴുപ്പെടുത്ത് വരുമ്പോഴത്തേന് ഇവൾക്കും അതുപോലെ ആകും. അപ്പോൾ അതിൽ കാര്യമില്ല. മധുരമായ പ്രതികാരമാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ആ പെണ്ണ് മഹാമോശമാണ്. ഇങ്ങനെയുള്ള കൂടപ്പിറപ്പുകളുണ്ടെങ്കിൽ ബെസ്റ്റായ അനിയത്തിമാരാണ്. ചേച്ചിമാർക്ക് അഭിമാനം കൊള്ളാനുള്ള അനിയത്തിമാരാണ് ഈ ലോകത്തിൽ, ഇങ്ങനെയുള്ള അനിയത്തിമാരുള്ളത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ഇന്നത്തെ കാലത്ത് കാമം എന്ന് പറയുന്നതിന് ഒരു പട്ടികളേക്കാൾ മോശമാണ്. പട്ടികളെങ്കിലും കുറച്ച്, ഇനി ഇതൊക്കെ